ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പണ്ടത്തെ ഷോയിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ പിന്നീട് ഒരു സമയത്ത് അത് പ്രോപ്പർ അന്ന് സ്ക്രിപ്റ്റഡ് ആയിട്ട് നടന്നിട്ടുള്ള അന്നത്തെ ഒരു സോഷ്യൽ കണ്ടീഷനിൽ വലിയ പ്രശ്നമില്ലാതിരുന്ന കാര്യങ്ങൾ പിന്നീട് ആളുകൾ എടുത്തുകൊണ്ട് വന്നിട്ട് പ്രശ്നങ്ങൾ അതിനെ തുടർന്ന് ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിനകത്ത് വലിയ ഇൻവോൾവ്മെന്റ് എന്നെ കുറിച്ചല്ല പറഞ്ഞതും ഇതിപ്പോ കേട്ടോണ്ടിരിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും ഒക്കെ അത് എന്താണെന്നുള്ളത് മനസ്സിലാണ്. പക്ഷെ സ്ക്രിപ്റ്റഡ് ആയിട്ട് അതൊരു 7 വർഷം മുന്നേ നടന്നൊരു ഇൻസിഡന്റ് അത് എടുത്തോണ്ട് വന്നിട്ട് ഈ അടുത്ത കാലത്ത് നടന്നു എന്നുള്ള പോലെ പ്രചരിപ്പിക്കുകയും അങ്ങനത്തെ സംഭവം. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ആങ്കേഴ്സ് കുറെ പേര് ബലിയാടാവുന്നു. അവര് പല കാര്യങ്ങളും ആൻസർ ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇപ്പൊ കുറച്ച് അവര് ഫേസ് ചെയ്ത കുറച്ച് പ്രോബ്ലംസും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കുറെ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. അതെ അതെ, അവർക്ക് രണ്ട് പെർസ്പെക്ടീവ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ആസ് എ പ്രസന്റർ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഓപ്പോസിറ്റുള്ള ആൾക്ക് റെസ്പെക്റ്റും വാല്യൂം കൊടുത്തിട്ട് വേണം സംസാരിക്കാൻ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആൻഡ് ഓൾസോ ദർ ആർ ബൗണ്ടറീസ്. ആൾക്കാർക്ക് സംസാരിക്കാൻ താല്പര്യമുള്ള വിഷയം അവർക്ക് സംസാരിക്കണ്ട എന്നുള്ള വിഷയമുണ്ട്. അതിനെ സെൻസ് ചെയ്യാൻ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആങ്കറിന് പറ്റണം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ അയാൾക്കത് പറയാൻ താല്പര്യമില്ല എന്ന് തോന്നിയിട്ടും നമുക്ക് എങ്ങനെയെങ്കിലും കോണ്ടന്റ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് അതിലിട്ട് പിടിച്ചോണ്ടിരിക്കുന്നതിൽ വലിയ കാര്യമില്ല. അപ്പോ അതിനാ ഞാൻ പറഞ്ഞത്, അതിന് രണ്ട് പെർസ്പെക്റ്റീവ് ഉണ്ട്. ചിലപ്പോൾ ഈ ആങ്കറിന് അത് ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല. ഈ ഇന്ത്യയിലുള്ള പ്രഷർ ചിലപ്പോൾ നന്നായിട്ടുണ്ടാവും. ആ ചോദ്യം അങ്ങ് ചോദിക്കുക, ആ ചോദ്യം അങ്ങ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള കാര്യം, നമ്മൾ ചിലപ്പോൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഈ ആർട്ടിസ്റ്റുകളുടെ അടുത്ത് പാട്ട് പാടാനൊക്കെ പറയാൻ പറയും. ഇത് മിക്കപ്പോഴും പ്രൊഡ്യൂസേഴ്സാ പറയാം, ഒരു പാട്ട് പാടാൻ പറയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന ആർട്ടിസ്റ്റിന്റെ വൈബ് വ്യക്തമായിട്ട് മനസ്സിലാവും. അവർക്ക് ഇപ്പൊ പാട്ട് പാടാൻ താല്പര്യമില്ല. അപ്പൊ ഇത് പാട്ട് പാടൂ, ഒരു പാട്ട് പാടൂ എന്ന് പറഞ്ഞ് നമ്മളാണ് ആക്ച്വലി എംബാരസ്ഡ് ആവുന്നത്. നമ്മളെയാണ് ഓഡിയൻസ് കാണുമ്പോ ഈ പെണ്ണിന് ഒരു സെൻസും ഇല്ലേ, ലൈക് ഇറ്റ് ഇസ് വെരി ക്ലിയർ അവർക്ക് ഇപ്പൊ പാടാൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ അഭിനയിച്ചൊരു തമാശയോ ഒരു സിനിമയിലെ സിറ്റുവേഷനോ അവർക്ക് വീണ്ടും അതവിടെ ചെയ്യാൻ അവർ പ്രിപ്പയർഡ് ആയിരിക്കില്ല, അവർക്ക് താല്പര്യം ഉണ്ടായിരിക്കില്ല. പക്ഷെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് പറയൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ ആങ്കേഴ്സ് തന്നെ കയ്യിൽ നിന്നിട്ടിട്ട്, അതായത് ഇവർക്ക് വിമുഖത കാണിച്ചാൽ പോലും അത് മനസ്സിലാവാതെ വീണ്ടും വീണ്ടും അതിനുവേണ്ടി പുഷ് ചെയ്യുന്ന ആങ്കേഴ്സും ഉണ്ട്. അപ്പൊ അശ്വതിക്ക് അങ്ങനെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഡെഫിനറ്റ് ആയിട്ട് നമ്മള് ഷോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസേഴ്സ് അതുപോലെ പലതും പറയാറുണ്ട്, അങ്ങനെ അത് ചോദിക്കൂ ഇത് ചോദിക്കുന്നൊക്കെ. ഞാൻ മിണ്ടാതെ നിന്ന് മറ്റേ പ്രൊഡ്യൂസറിന്റെ വായിന്ന് ചീത്ത കേട്ടിട്ടുണ്ട്. ചോദിച്ചില്ല, ഞാൻ ചോദിക്കാതിരുന്നിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് കേട്ടോ. കാരണം ഇറ്റ് ഇസ് വെരി ക്ലിയർ അപ്പൊ അതവിടെ ചോദിക്കുന്നത് ഭയങ്കര ഓടായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയുന്നത് കൊണ്ട് മിണ്ടാതിരുന്നിട്ടുണ്ട്. അപ്പം അത് അന്നേരം ചോദിക്കണ്ടായിരുന്നു, നശിപ്പിച്ചില്ല, ചാൻസ് കളഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ ഞാൻ ഇവര് വിഷയത്തിൽ നിന്ന് അടുത്ത വിഷയത്തിലേക്ക് പോകാൻ വേണ്ടി മിണ്ടാതെ വെയിറ്റ് ചെയ്യും. നീ പറഞ്ഞത് കേൾക്കാത്ത പോലെയൊക്കെ നിന്നിട്ട്. അപ്പൊ അതേപോലെ വേറൊന്നുള്ളത് എന്തോ എക്സ് മിനിസ്റ്ററോ അങ്ങനത്തെ എന്തോ ഒരു സംഭവം, എന്തോ ഒരു അബദ്ധം പറ്റിയത്. ഇത് അബദ്ധം പറ്റിയില്ല ആക്ച്വലി. അത് ഇതുപോലെ ഒരു പൊളിറ്റിക്കൽ പ്രോഗ്രാം, ഒരു സാംസ്കാരിക സമ്മേളനമായിരുന്നു. നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ ഗസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന കുറച്ച് വർഷങ്ങൾക്ക് മുന്നെയാണ് കേട്ടോ ആ ഒരു പരിപാടി ഹോസ്റ്റ് ചെയ്യായിരുന്നു. അപ്പൊ പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നിട്ടേ ഉള്ളൂ. അപ്പൊ ബാക്ക് എനിക്കിവിടെ വന്നിരിക്കുന്ന അതിഥികൾ ആരൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് അറിയില്ല, ഫുള്ള് ചാർട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ എന്നോട് പറഞ്ഞു എക്സ് മിനിസ്റ്റർ വരുന്നുണ്ട്, അനൗൺസ് ചെയ്തോളാൻ പറഞ്ഞു, പേരും പറഞ്ഞു. അപ്പൊ എനിക്ക് എന്റെ അറിവില് കഴിഞ്ഞ മിനിസ്ട്രിയിൽ ഇങ്ങനെ ഒരു മിനിസ്റ്റർ ഇല്ല. ഈ പേര് എനിക്ക് ഫെമിലിയർ അല്ല. എങ്ങനെയാണ് നമ്മൾ എത്ര പൊളിറ്റിക്സ് ഫോളോ ചെയ്യാത്ത ആളാണെങ്കിലും മിനിസ്റ്റേഴ്സിന്റെ പേര് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു മിനിസ്റ്റർ പരിചയമില്ല. പക്ഷെ എന്റെ അടുത്ത് നിന്ന് ബാക്ക് സ്റ്റേജിൽ നിന്ന് ചേട്ടൻ എഴുതി തന്നു, എക്സ് മിനിസ്റ്റർ അനൗൺസ് ചെയ്യുന്നു. എന്തോ എനിക്കത് ഫെമിലിയർ അല്ലാത്ത പേരായതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട ആളുടെ പേര് മാത്രമേ ഈ പേര് മാത്രമേ പറഞ്ഞുള്ളൂ, ഡെസിഗ്നേഷൻ പറഞ്ഞില്ല. എന്നിട്ട് ബാക്ക് സ്റ്റേജിൽ ചെന്നിട്ട് വീണ്ടും നമ്മൾ ഒന്നുകൂടി ചെക്ക് ചെയ്തപ്പോ അത് എക്സൈസ് മിനിസ്റ്റർ ആയിരുന്നു. എക്സൈസ് എന്നുള്ളതിനാണ് അപ്പൊ അങ്ങനെ. സോ അത് ആ സമയത്ത് നമ്മുടെ കോമൺ സെൻസ് ആണ്. പക്ഷെ പറഞ്ഞു പോയിരുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുള്ള സ്റ്റേജ് ആയിരുന്നു. എക്സൈസ് മിനിസ്റ്റർ എക്സ് മിനിസ്റ്റർ എന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് ആ സ്പോട്ട് കിട്ടിയാണ്. അതിലും സേഫ് ആയിട്ട് നിൽക്കാൻ പറ്റി. ഇൻസിഡന്റ് ഞാൻ എവിടെയോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ആണല്ലേ? അപ്പൊ അത് സേഫ് ആയിട്ട് എന്തായാലും നിൽക്കാൻ പറ്റി ആ ഒരു കാര്യത്തില്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം. സെൽഫ് പ്രൊമോഷനും സെൽഫ് ഹൈപ്പും എന്തും ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ചിലപ്പോഴെങ്കിലും ടെലിവിഷൻ ആർട്ടിസ്റ്റുകൾക്ക്, പ്രത്യേകിച്ച് അവതാരകർക്ക് തലവേദന ആകാറുണ്ട്. ഉണ്ടോ? എനിക്ക് അങ്ങനെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ എന്നാലും പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ നമ്മൾ അങ്ങനെ ആലോചിക്കാറുണ്ട്. ശരിയാണ്, ഒരു പരിധി വരെ. എങ്ങനെ?
ഇപ്പൊ നമ്മുടെ മുന്നിലേക്ക് ഒരു ആർട്ടിസ്റ്റ് ഒരു ഇന്റർവ്യൂവിന് അല്ലെങ്കിൽ ഒരു പ്രൊമോഷന് വന്നിരിക്കുമ്പോ ഇത് അവതാരകർക്ക് മാത്രമല്ല ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ടും കൂടിയാണ് അല്ലെ? അവർക്കാണ് പ്രൊമോഷൻ വേണ്ടത്, അവർക്കാണ് ഒരു പ്ലാറ്റ്ഫോം വേണ്ടത്, അവരുടെ കല എന്താണോ അവർ ചെയ്തു വെച്ചിരിക്കുന്ന ആർട്ടിനെ പ്രൊമോട്ട് ചെയ്യാൻ അവർക്ക് ഇവരുടെ കൂടെ സഹായം വേണ്ടതുകൊണ്ടാണ് അവർ ആ ഒരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുന്നത്. ഈ ആങ്കേഴ്സ് ചിലപ്പോൾ പുതിയ ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ അവർ ശരിക്കും കൗതുകത്തിന് ചോദിക്കുന്ന കാര്യങ്ങളായിരിക്കാം, പക്ഷെ പെട്ടെന്ന് വളരെ ഒഫൻസീവ് ആയിട്ട് അതായത് തഗ്ഗടിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒഫൻസീവ് ആയിട്ട് മറുപടി പറയുമ്പോൾ അപ്പൊ നമ്മളൊരു മനുഷ്യന് കൊടുക്കേണ്ട ഒരു വാല്യൂ ഉണ്ട്. അപ്പൊ അത് കൊടുത്തിട്ട് ആർട്ടിസ്റ്റുകളാണെങ്കിലും സംസാരിക്കണം എന്ന് ചില സിറ്റുവേഷൻ ഒക്കെ കാണുമ്പോൾ തോന്നിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ തലപൊക്കുന്ന അനാവശ്യമായ ക്ലിക്ക് ബൈറ്റ് കണ്ടന്റ് ക്രിയേഷന്റെ ഭാഗമായി ഗോസിപ്പ് കോളങ്ങളിലേക്ക് പേര് ചേർക്കപ്പെട്ടിട്ടുണ്ട്. ആണോ? ഏതായിരിക്കും? ഗോസിപ്പ് ഇൻ ദ സെൻസ് അങ്ങനെയല്ല. ഈ അടുത്തങ്ങാണ്ട് ഞാനെന്തോ മരിച്ചു എന്നുള്ള വാർത്തയൊക്കെ വന്നിട്ട് അശ്വതി മരിച്ചോ? അശ്വതിക്ക് എന്താണ് അറിഞ്ഞോ? അശ്വതിക്ക് സംഭവിച്ച ദുരന്തത്തിൽ തകർന്ന് ആരാധകർ എന്നൊക്കെ പറഞ്ഞിട്ട് അതെന്തായിരുന്നു? ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഏതോ ഇതിൽ ന്യൂസ് ഒക്കെ വന്നു. അത് കഷ്ടം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് ഇത് കൊടുത്തിട്ട് പോയാ മതി. ഇത് കണ്ടത് എന്റെ ഫാദർ ഇൻ ലോ. ഓക്കെ. ഈ ന്യൂസ് വന്നത് ഏതോ ഒരു യൂട്യൂബ് ചാനലില് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പിക്ചർ വന്നു, ഒരു ഫോട്ടോ കണ്ടുന്നിട്ട് എന്താണ് എല്ലാവരെയും കണ്ണീരിൽ ആഴ്ത്തി അങ്ങനെ എന്തോ ഒരു അങ്ങനത്തെ ഒരു ന്യൂസാ വന്നത്. അപ്പൊ എന്റെ ഫാദർ ഇൻ ലോ അച്ഛനത് മനസ്സിലാവണില്ല ഇത് എന്താ സംഭവം എന്ന്. അപ്പൊ അച്ഛൻ ഇമ്മീഡിയറ്റ്ലി എന്നെ ഫോൺ വിളിക്കുമ്പോ ഞാൻ എന്തോ ഇതുപോലെ എന്തോ ഷൂട്ടിൽ എന്തോ ആണ്. അപ്പൊ ഫോണില്ല, ഞാൻ ഫോൺ എടുക്കണില്ല. അച്ഛൻ ഭയങ്കര പാനിക്കായി. പ്രായമുള്ള ആൾക്കാരില്ല. അച്ഛൻ ഭയങ്കര പാനിക്കായി. അച്ഛൻ അപ്പൊ തന്നെ അവിടുന്ന് ഒരു ഡ്രൈവറെ ഒക്കെ കൂട്ടിയിട്ട് അച്ഛൻ തൊടുപുഴയിൽ നിന്ന് എറണാകുളത്തിന് വരാൻ വേണ്ടി പുറപ്പെട്ടു. എന്നുവെച്ചാ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവരൊരു ക്ലിക്ക് ബൈറ്റിന് വേണ്ടി ചെയ്യുന്ന കാര്യമായിരിക്കും. അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? ശരിക്കും അതെ, അവരെത്രത്തോളം അപ്പോ അമ്മയോട് പോലും പറയാൻ പറ്റണില്ല അച്ഛൻ ഇനിയിപ്പൊ ശരിക്കും വല്ലതും പറ്റിയതാണോന്ന്. പക്ഷെ അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങണതിന് മുമ്പ് ഞാൻ നോക്കുമ്പോ അച്ഛന്റെ മിസ് കോൾ ഇങ്ങനെ കിടക്കുക. അപ്പൊ ഞാൻ എന്താ അച്ഛാ ചോദിച്ചപ്പോ അപ്പോഴാണ് അച്ഛന് ശ്വാസം നേരെ വീഴുന്നത്. അപ്പൊ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇതുപോലെ തെറ്റിദ്ധരിപ്പിക്കുന്ന ക്യാപ്ഷനുകൾ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മള് ഏതെങ്കിലും ഒരു കമന്റിൽ എവിടെയെങ്കിലും നമ്മൾ പറഞ്ഞൊരു കാര്യം അല്ലെങ്കിൽ ഒരു റിപ്ലൈ കൊടുത്തൊരു കാര്യം എടുത്തു കൊണ്ടുപോയി ടൈറ്റിൽ ആക്കി ഇട്ടിട്ട് അതായത് കാണുന്നവർക്ക് പെട്ടെന്ന് നമ്മളെന്തോ ഒഫൻസീവ് ആയി പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇമേജ് കൊടുക്കുന്ന തരത്തില് വളച്ചൊടിച്ചൊക്കെ ഇടുന്നത് അത് വളരെ കോമൺ ആയിട്ട് സംഭവിക്കുന്നത്.